മയക്കുമരുന്നിന് അടിമയായ മകന്റെ ലൈംഗിക വൈകൃതം പേടിച്ച് നാടുവിട്ട അമ്മ. മയക്കുമരുന്നിന് അടിമയായ തന്റെ മകന്റെ ലൈംഗികമായ ഉപദ്രവം സഹിക്കവയ്യാതെ നാടുവിട്ട 65-കാരിയായ ഒരമ്മ ITV ന്യൂസിലേക്ക് വിളിച്ചു പറഞ്ഞ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ലോക മാതൃദിനത്തിൽ മദേഴ്സ് എഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്നൊരു പരിപാടി തിരുവനന്തപുരം മാനവീയം വേദിയിൽ നടത്തിയത്. മാതൃദിനത്തിൽ മക്കൾ പ്രതിജ്ഞയെടുക്കും, അമ്മയെ ഞങ്ങൾ ലഹരി ഉപയോഗിക്കില്ല എന്ന ആശയത്തോടെയാണ് ഞങ്ങൾ അന്ന് ആ പരിപാടി സംഘടിപ്പിച്ചത്. മുൻ എക്സൈസ് കമ്മീഷണർ കൂടിയായ ഋഷിരാജ് സിംഗ് IPS ആയിരുന്നു ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. 2000-ലധികം ചെറുപ്പക്കാർ ആ പരിപാടിയുടെ ഭാഗമായി പ്രതിജ്ഞയെടുത്തു. വീണ്ടും വിഷയത്തിലേക്ക്. തിരുവനന്തപുരം പൂവാർ സ്വദേശിയായ 65-കാരിയായ ആ അമ്മ ഞങ്ങളോടന്ന് വെളിപ്പെടുത്തിയത് ഞെട്ടിക്കുന്ന ചില സത്യങ്ങളാണ്. മയക്കുമരുന്നിന് അടിമയായ തന്റെ മകൻ ഡ്രഗ്സ് കാരിയറാണ്. അവൻ ആ വൃദ്ധ പണം കൊടുത്തില്ലെങ്കിൽ മൃഗീയമായി മർദ്ദിക്കും, അവസരം കിട്ടുമ്പോഴെല്ലാം ലൈംഗികമായും പീഡിപ്പിക്കും. ഇവന്റെ ശല്യം സഹിക്കവയ്യാഞ്ഞ് ആ അമ്മ മധ്യ തിരുവിതാംകൂർ ഭാഗത്തുള്ള ഒരു വീട്ടിലിപ്പോൾ ആശ്രിതയായി കഴിയുകയാണ്. ഇന്ന് ഇതുപോലെ മയക്കുമരുന്നിന് അടിമകളായ മക്കളെ ഭയക്കുന്ന മാതാപിതാക്കൾ അനേകരുണ്ട്. മാതാപിതാക്കളെ ഭയക്കുന്ന മക്കളുണ്ട്. സഹോദരനെ ഭയക്കുന്ന സഹോദരിമാരുണ്ട്. അവരെല്ലാം ഇക്കാര്യങ്ങൾ പുറലോകം അറിഞ്ഞാൽ കുടുംബത്തിന് നാണക്കേടാകുമല്ലോ എന്ന് കരുതി എല്ലാം സഹിച്ചും ക്ഷമിച്ചും മിണ്ടാതെ കഴിയുകയാണ്. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഒരു പ്രമുഖ IAS ഉദ്യോഗസ്ഥന്റെ മകളെ ഒരു ഹോസ്പിറ്റൽ ഉടമയുടെ മകനായ ഡോക്ടറെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ബംഗളൂരുവിൽ വീക്കെൻഡിൽ ലഹരി പാർട്ടികളിൽ സ്ഥിരമായി ഇയാൾ പോയിരുന്നു. ലഹരിക്കടിമയായ ഈ യുവ ഡോക്ടർ ഇപ്പോൾ കോട്ടയത്തൊരു പ്രമുഖ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞിട്ടും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിൽ യാതൊരു മാറ്റവുമില്ല. ഇവനെ തപ്പി ബംഗളൂരുവിൽ നിന്നും മോഡലുകൾ സ്റ്റാഫുമായി ഇവന്റെ ഫ്ളാറ്റിലെത്തും, പേക്കുത്തുകൾ നടത്തും. ഒരു ദിവസം ഭാര്യ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ട് അത് ചോദ്യം ചെയ്തപ്പോൾ അവരെ മൃഗീയമായി മർദ്ദിച്ചു. ആ യുവതിയെയും ഇവൻ ഡ്രഗ്സ് കഴിക്കുവാൻ നിർബന്ധിക്കുമായിരുന്നു അത്രേ. അവർ കോടതിയിൽ സ്ത്രീ പീഡനത്തിനും അതുപോലെ വിവാഹമോചനത്തിനും കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് FIR-ഉം രജിസ്റ്റർ ചെയ്തു. ഇതിനെ തുടർന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തു നിൽക്കുകയാണ് ആശാനിപ്പോൾ. അപ്പൻ അറിയപ്പെടുന്ന ഒരു യാക്കോബായ സഭാംഗവും ഹോസ്പിറ്റൽ ഉടമയുമാണ്. മദ്യസശ്രമത്തിന് ഇദ്ദേഹത്തിന്റെ വീട്ടുകാർ ശ്രമിച്ചെങ്കിലും ആ യുവതി ഇവനെ ജയിലിലാക്കിയേ അടങ്ങൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ. വിശദാംശങ്ങൾ പിന്നാലെ. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ലഹരി മാഫിയയുടെ അടിവേരർക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതി വളരെയേറെ പ്രതീക്ഷ നമുക്ക് നൽകുന്നതാണ്. ഈ വിപത്ത് മനസ്സിലാക്കി സർക്കാർ തന്നെ മുൻകൈ എടുത്തിരിക്കുകയാണ്. സംസ്ഥാനമൊട്ടാകെ പോലീസിനും എക്സൈസ് വകുപ്പിനും സർവാധികാരവും നൽകി ലഹരിവേട്ട ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ സകല ജനങ്ങളും ലഹരി മാഫിയയെ ഉന്മൂലനം ചെയ്യുവാനുള്ള ഈ കൊടുങ്കാറ്റിന്റെ ഭാഗമാകണം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത് കേൾക്കുക. അത് കുറെ ദിവസമായി ഈ തൂഫാനെ പരാജയപ്പെടുത്താൻ ചില ആളുകൾ ഇങ്ങനെ ഇളക്കി വിടുന്നതാണ്. അത് തൂഫാനുമായി ബന്ധപ്പെട്ടത് ഇഷ്ടപ്പെടാത്തവരായത് ചെയ്യുന്നത്. അങ്ങനെ ആരും ചെയ്യരുത്. കാരണം ഇത് എനിക്ക് വേണ്ടി അല്ലല്ലോ, ഇത് നമുക്ക് പോലീസിന് വേണ്ടി അല്ലല്ലോ, ഈ നാടിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമമല്ലേ. അതിനകത്ത് രാഷ്ട്രീയം കാണാതെ എല്ലാവരും സഹകരിക്കും. എന്റെ സ്റ്റാഫിൽ അത്തരം അങ്ങനെ ഒരാളും ഉണ്ടാവില്ല. ഇപ്പൊ 17 പേരെ എന്റെ സ്റ്റാഫിലുണ്ട്. ഇപ്പൊ ഡിക്ലെയർ ചെയ്തുകൊണ്ട് അതിലാരുമില്ല. ഇനിയും 25 പേരെ വരെ വെക്കാം, അതിനകത്തും ആളുണ്ടാവില്ല. ഈ സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയും അനാവശ്യമായ വാർത്തകൾ ദയവായി പ്രചരിപ്പിക്കും. സത്യം എന്താണെന്ന് എന്നോട് വിളിച്ചു ചോദിക്കണം. ഇത് ഈ തൂഫാനെ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്താനാണ് നീക്കമെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാരണവശാലും തൂഫാൻ ദുർബലപ്പെടുന്ന പ്രശ്നമില്ല. ദിസ് ഈസ് എ വെഞ്ചർ ഫോർ ദ ഫ്യൂച്ചർ. നാടിനും സമൂഹത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. ഞാൻ ഒന്നുമല്ലാതിരുന്ന, എനിക്കൊരു സ്ഥാനമില്ലായിരുന്ന കാലത്ത് ഞാൻ 14 ജില്ലയിലും ഞാൻ ഈ പരിപാടി നടത്തിയ ആളാണ്. വാക്കത്തോൺ അന്നത്തെ മുഖ്യമന്ത്രി എന്നെ ആ കാര്യത്തിൽ അഭിനന്ദിച്ചതാണ്. അന്നത്തെ മന്ത്രിമാരെല്ലാം അഭിനന്ദിച്ചതാണ്. വാക്ക് അഗൈൻസ്റ്റ് ഡ്രഗ്സ്. അപ്പൊ അത് എന്റെ ഒരു കാഴ്ചപ്പാടിൽ അത് കേരള ഗവൺമെന്റ് തന്നെ ഇപ്പോൾ നടത്തുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. ഓപ്പറേഷൻ തുഫാനെ പൊളിക്കുവാനുള്ള സകല ശ്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ദയവായി ആരും ഇതിൽ രാഷ്ട്രീയം കാണരുത്, കലർത്തരുത്. രമേശ് ചെന്നിത്തലയെ ഞങ്ങൾ പല കാര്യങ്ങളിലും മുൻപ് നിശിതമായി വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഞങ്ങൾ ഇദ്ദേഹത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. ഒരു മൾട്ടി ഫേസറ്റഡ് ക്യാമ്പയിൻ തന്നെ ഇതിനായി നമുക്ക് ആരംഭിക്കണം. ലഹരിക്കടിമയായ ആളുകളുടെ കുടുംബാംഗങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ ബന്ധപ്പെട്ട അധികാരികളോട് വിളിച്ചു പറയണം. നടപടി ഉണ്ടായില്ലെങ്കിൽ അതും പുറലോകം അറിയണം.
പൊതുജനങ്ങൾക്ക് അവബോധം ഉണ്ടാവണം. ആരെയും ഭയക്കാതെ കാര്യങ്ങൾ വിളിച്ചു പറയുവാനുള്ള അവസ്ഥ ഇവിടെ ഉണ്ടാവണം. റെസിഡൻസ് അസോസിയേഷനുകൾ ജാഗരൂകരാകണം. ലഹരി മാഫിയകൾ തങ്ങളുടെ സമീപം വീടുകൾ വാടകയ്ക്കെടുത്ത് ലഹരി കച്ചവടവും പെൺവാണിഭവും നടത്തുന്നു എന്നറിഞ്ഞാൽ ഉടൻ തന്നെ അവരെ അവിടെ നിന്ന് വായിക്കണം. അവരെ സംരക്ഷിക്കുന്ന മാസപ്പടി പറ്റുന്ന പോലീസുകാരെ വലിച്ചു കീറണം. മയക്കുമരുന്നിന് അടിമകളായവർക്ക് ശാരീരികവും മാനസികവുമായ ചികിത്സ നൽകി അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ അവരുടെ അനുഭവം മറ്റുള്ളവരോട് പങ്കുവെക്കണം. i2y ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നു മുതൽ നമ്മൾ പുതിയൊരു പ്രതികരണ പരിപാടി ആരംഭിക്കുകയാണ്. ജനങ്ങൾക്ക് നിർഭയം പ്രതികരണം അറിയിക്കുവാനുള്ള ഒരു വേദിയാണിത്. മയക്കുമരുന്നിന് അടിമകളായവരുടെ കുടുംബാംഗങ്ങൾക്ക് തങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ലോകത്തോട് വെളിപ്പെടുത്താം. മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരുടെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവരുടെയും വിവരങ്ങൾ ഞങ്ങൾക്ക് കൈമാറാം. ഞങ്ങളത് ബന്ധപ്പെട്ട അധികാരികൾക്ക് രഹസ്യമായി കൈമാറും. കർശന നടപടിയും ഉണ്ടാവും. നമ്മുടെ ഈ ക്യാമ്പയിന്റെ പേര് ബി എ ബാങ്ക് എന്നാണ്. നമ്മളൊരു മുഴക്കമായി മാറുക, വെറും മുഴക്കമല്ല, ഒരു ഇടിമുഴക്കമായി മാറുക, മാറ്റമുണ്ടാക്കുക. i2y ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ബി എ ബാങ്ക് സെഗ്മെന്റിൽ ലഭിച്ച ആദ്യ പ്രതികരണം ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ, എടവനക്കാട്, പഴങ്ങാട് സുനാമി കോളനിയിൽ MDMA-യും കഞ്ചാവും ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ വിൽപ്പനയുണ്ട് എന്ന് ഞങ്ങളെ വിവരമറിയിച്ചത് കേൾക്കുക. ഞങ്ങൾ ഇത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. വിവരമറിയിച്ച ആളുടെ ഐഡന്റിറ്റിയും ശബ്ദവും ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്, വിവരം നൽകുന്നയാളുടെ സുരക്ഷയ്ക്കായി. ഈ പഴങ്ങാട് ഒരു സുനാമി കോളനിയാണ്. സുനാമി കോളനി അവിടെ പിള്ളേര് നല്ല രീതിയിൽ MDMA കച്ചവടം, പിന്നെ ഓയിലും കഞ്ചാവ് കച്ചവടം, മദ്യം എല്ലാം കൂടി ചെയ്യുന്നുണ്ട്. എവിടെയാ സ്ഥലം ഇത്? എടവനക്കാട് പഴങ്ങാട് എന്ന് പറയും. അതായത് എറണാകുളം വൈപ്പില് ഈ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ സുനാമി കോളനി. അവിടെയാണ് സംഭവങ്ങൾ നടക്കുന്നത്. ഇപ്പൊ പല പല സ്ഥലത്തു നിന്നും വന്ന് താമസിക്കുന്ന ഈ കോളനിയിൽ ഒരു 10 വർഷങ്ങളായിട്ട് ഈ എടവനക്കാട് തന്നെ കുളിപ്പള്ളി, അണിയൽ ഭാഗം അങ്ങനെയുള്ള സ്ഥലത്തുനിന്നൊക്കെ വന്ന് താമസിക്കുന്നതാ. അതായത് ഇതിൽ കുറച്ച് പിള്ളേര് സെറ്റ് ഉണ്ട്. ഇപ്പൊ ആ ഗ്യാങ്ങുകളെ കൊണ്ടാണ് ഈ പ്രശ്നമുള്ളത്. എന്ത് സാധനങ്ങൾ മരവിക്കുന്നത്? MDMA ഉണ്ടെന്ന് പറഞ്ഞാൽ കഞ്ചാവ്, ഓയിൽ അങ്ങനെ എന്താണ്ടോ, പിന്നെ മദ്യം അവിടെ വ്യാപകമുണ്ട്. ഈ സാധനം ഉണ്ട്. അതില് പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന പിള്ളേരുണ്ട്. ഇവന്മാരുടെ കൂടെ പുറത്തുനിന്ന് ഗ്യാങ് അടിക്കുന്ന പിള്ളേർ വരുന്നുണ്ടോ. തൊട്ട് ബാക്കി ഇതിനെ കാലിപ്പറമ്പ, ആ ഒരു പറമ്പ് പഴയ മുസ്ലിം പാർട്ടിയുടെ ആ പറമ്പിന്റെ പറമ്പ് മേടിച്ചിട്ടാണ് പഞ്ചായത്ത് ഈ സുനാമിക്കുള്ളിൽ കിട്ടിയത്. അപ്പൊ അതിന്റെ ബാക്കിൽ ഇങ്ങനെ വിശാലമായിട്ട് കുറെ പറമ്പുകളാണ്. പറമ്പിലൊക്കെയാണ് മൊത്തം പരിപാടികളൊക്കെ. പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ട്. പേടിച്ചിട്ടൊന്നും പറയുന്നില്ല. കൊടുത്തിട്ടുണ്ട്. കൂടുതലും പരിപാടി നടത്തുന്നത് അവിടുത്തെ പിള്ളേരും അല്ലെന്നാ പറയണത്. ഇവിടെ വന്ന് കമ്പിനടിക്കുന്ന പിള്ളേരുണ്ട്. ആ പിള്ളേരുടെ കൂട്ടത്തില് യുവമാരുടെ കൂട്ടത്തിൽ ഇവിടെ താമസിക്കുന്ന പിള്ളേരുടെ കൂട്ടത്തിൽ വന്ന് കമ്പിനടിക്കുന്ന പിള്ളേരാണ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതിപ്പോ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് പോലീസിന് ഇൻഫർമേഷൻ കൊടുത്താൽ ഇതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാമല്ലോ അല്ലേ? ആ, കൊടുക്കാം. i2y ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ബി എ ബാങ്ക്. മാറ്റത്തിനായി, ലഹരി മാഫിയയുടെ അടിവേരിറക്കുന്നതിനായി നിങ്ങളുടെ ശബ്ദം മുഴങ്ങട്ടെ. i2y News, an eye for truth. i2y ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.